ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു സമയത്ത് മലയാള സിനിമ സംവിധായകൻ്റെയോ അല്ലെങ്കിൽ അതിലെ പ്രധാന നടൻ്റെയോ പ്രൊഡ്യൂസറിൻ്റെയോ പ്രൊഡക്ഷൻ കമ്പനിയുടെയോ ഒക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി മലയാള സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ അതാരാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരാണ്, എഡിറ്റർ ആരാണ്, ഇതെല്ലാം നോക്കിയിട്ട് ക്യാമറ DOP ആരാണെന്നൊക്കെ നോക്കിയിട്ട് മലയാളികൾ സിനിമ കാണുന്നൊരു കാലമാണ്. മലയാള സിനിമ വളർന്നതോടൊപ്പം മലയാളികളെയും സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മലയാളികളെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ തപ്പിപ്പിടിക്കാൻ ഒരു സിനിമ അവരുടെ മനസ്സിലേക്ക് അത്രത്തോളം എത്തിച്ച ഒരുപാട് ഗംഭീര ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് ഒരു പ്രചോദനമായത്, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച മിടുക്കന്മാരിൽ ഒരാളാണ് ഈ സിനിമയുടെ എഡിറ്ററും റൈറ്ററും ഡയറക്ടറും എല്ലാമായ മിസ്റ്റർ ഡോൺ മാക്സ്. ഒരു സമയത്ത് പ്രത്യേകിച്ച് ഷാജി ചേട്ടൻ്റെയൊക്കെ സിനിമയിലൂടെ ഇത് ആരാണിത് കട്ട് ചെയ്തേക്കുന്നത്, എന്തൊരു വല്ലാത്ത, ഇതുവരെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഗംഭീര കട്ട്സുമായിട്ട് വന്ന ഈ എഡിറ്റർ ആരാണെന്ന് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരുപാട് പേരങ്ങനെ ചോദിച്ച് കണ്ടുപിടിച്ച ഒരു പേരാണ് ഡോൺ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, അത് ഈ സിനിമയിലൂടെയും അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അദ്ദേഹത്തിന് കൂടുതൽ ഇനിയും മലയാളികളെ ഞെട്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തിനോട് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഷാജൻ വളരെ ഗംഭീരമായൊരു വേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുറേ നാളുകളായി അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ അറിയാം അദ്ദേഹം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്, ഇൻവോൾവ് ആയിട്ടുള്ള എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം പുതിയ നായകൻ മിസ്റ്റർ ആകാശിനും അതുപോലെ തന്നെ ഹീറോയിനും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഈ വർഷത്തിൻ്റെ ആദ്യം തന്നെ ഇതുപോലുള്ള ലെജൻസിനൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിക്കുന്നു. മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഗംഭീര ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.